السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله وحده والصلاة والسلام على من لا نبي بعده. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا وغمومنا يا رب العالمين. അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം, അവൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് അവനിലേക്ക് കൂടുതൽ അടുക്കുവാനും അവനെ അറിയുവാനും നമുക്ക് അവസരം കിട്ടുകയാണ്. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് എടുത്തു തരുന്നത് അനുജവും ശരിയാ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഉമ്മു ഹവ്വയാണ്. ഇൻഷാ അല്ലാഹ് അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അതിനു മുമ്പായിട്ട് എല്ലാവരോടും എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ക്ലാസ്സിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? നിയത്തിനെ പുതുക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നിയത്തിനെ പുതുക്കിക്കൊണ്ട് റബ്ബ് തൃപ്തിപ്പെടുന്ന ആ ഒരു രീതിയിൽ തന്നെ എല്ലാവരും ഇരിക്കാൻ ശ്രമിക്കുക. മറ്റു തിരക്കുകളിൽ നിന്ന് കുറച്ച് നേരത്തേക്ക് റബ്ബിനെ അറിയാൻ വേണ്ടിയിട്ട്, അവനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ്. അപ്പം അതിൽ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ആത്മാർത്ഥമായി കൊണ്ട് നിയത്തിനെ പുതുക്കിക്കൊണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു ക്ലാസ്സിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഉമ്മ ഹവ്വയെ ഇൻഷാ അല്ലാഹ് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പറയുന്ന കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരികളെ, അള്ളാഹുവിനെ ഭയപ്പെടാനും അവനെ പൂർണ്ണമായി ആശ്രയിക്കാനും തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. നമ്മളുടെ ഇന്നത്തെ വിഷയം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഭംഗിയായ ക്ഷമക്കുള്ള ഉത്തമ പാഠമാണ്. അസ്സബറും ജമീലും, സൗന്ദര്യമുള്ള ക്ഷമ എന്നാണ് യാക്കൂബ് നബിയുടെ ക്ഷമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വിശദീകരിച്ചിട്ടുള്ളത്. ക്ഷമയെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ചരിത്രത്തിലൂടെ നമുക്ക് അതിലേക്ക് വരാം. ഇൻഷാ അല്ലാഹ് മഹാനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് 11 മക്കളുണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള മകനായിരുന്നു യൂസുഫ് അലൈഹി ഇസ്ലാം. ആ മകന്റെ വേർപാടിനെ തൊട്ട് അവർക്ക് ഒരുപാട് വിഷമങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അവന്റെ സഹോദരങ്ങൾ മുഖേനയാണ് യാക്കൂബ് നബിക്കും അതോടൊപ്പം തന്നെ യൂസുഫ് അലൈഹി ഇസ്ലാമിനും ആ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നത്. യാക്കൂബ് നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് യൂസുഫ് അലൈഹി ഇസ്ലാമിനായതുകൊണ്ട് മറ്റുള്ള സഹോദരങ്ങൾക്കിടയിൽ അതൊരു ദേഷ്യത്തിനുള്ള വഴിവെക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും യൂസുഫ് അലൈഹി ഇസ്ലാമിനെ പിതാവിൽ നിന്ന് അകറ്റിയാൽ മാത്രമാണ് മറ്റുള്ള മക്കൾക്ക് അവിടെ സ്ഥാനം ഉണ്ടാകൂ എന്ന് അവര് മനസ്സിൽ കണക്കൂട്ടി എങ്ങനെയെങ്കിലും യൂസുഫ് അലൈഹി ഇസ്ലാമിനെ പിതാവിൽ നിന്ന് അകറ്റണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവര് പിതാവിനോട് ആവശ്യപ്പെട്ടു യൂസുഫ് അലൈഹി ഇസ്ലാമിനെ തങ്ങളോട് കൂടെ യാത്രക്ക് അയക്കണം എന്ന് പറഞ്ഞ് യാക്കൂബ് അലൈഹി ഇസ്ലാം അത് സ്വീകരിച്ചു. അങ്ങനെ അവര് യാത്ര പുറപ്പെട്ടു. അങ്ങനെ അവർ യൂസുഫ് അലൈഹി ഇസ്ലാമിനെയും കൊണ്ട് യാത്ര പുറപ്പെട്ട് ഒരു മൈതാനത്തിലെത്തി. കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹത്തിനെ ഒരു കിണറ്റിൽ തള്ളിയിട്ട് അവര് തിരിച്ച് പിതാവിന്റെ അടുക്കൽ ചെന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ചെന്നായ തിന്നു കളഞ്ഞു എന്നാണ് അവര് പിതാവിനോട് പറഞ്ഞ് വിശ്വസിക്കാൻ ശ്രമിച്ചത്. അതിന് തെളിവായി അവർ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പായത്തിൽ ചോരയുമായിട്ടാണ് അവർ വന്നത്.
ഇത് കണ്ടപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞിട്ടുള്ള മറുപടി സൂറ യൂസുഫിലെ 18-ാമത്തെ ആയത്തില് വളരെ ഭംഗിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യാക്കൂബ് നബി പറഞ്ഞത് ഇങ്ങനെയാണ്: അങ്ങനെയല്ല, നിങ്ങളുടെ മനസ്സുകൾ നിങ്ങൾക്ക് ഒരു നല്ല കാര്യം ഭംഗിയായി തോന്നിച്ചിരിക്കുകയാണ്. അതിനാൽ നല്ല ക്ഷമ കൈകൊള്ളുക തന്നെ. നിങ്ങളിൽ പറഞ്ഞുണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് സഹായം തേടാനുള്ളത് അള്ളാഹുവിനോട് മാത്രമാണ് എന്നാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം മക്കളോട് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഒരിക്കൽ പോലും അള്ളാഹുവിനോട് പരാതിപ്പെട്ടിട്ടില്ല. മറിച്ച് അദ്ദേഹം എപ്പോഴും അസ്സബറു ജമീലുൻ എന്നാണ്, സുന്ദരമായ ക്ഷമയാണ് അദ്ദേഹത്തിന്റെ ക്ഷമയെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ക്ഷമ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മളെ ജീവിതത്തിലുണ്ട്. ഈ ലോക ജീവിതം സുഖകരമല്ല, പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉള്ളതാണ്. നമ്മൾ നേരിടുന്ന ഓരോ പ്രയാസങ്ങളും അള്ളാഹുവിന്റെ അറിവോടെ തീരുമാനത്തോടു കൂടിയാണ് അത് സംഭവിക്കുന്നത്. അതിൽ ക്ഷമയുള്ളവരാവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സൂറ അൽ ബഖറയിൽ 155-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്: നിശ്ചയമായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും, ക്ഷമിക്കുന്നവർക്ക് മാത്രമാണ് സന്തോഷ വാർത്ത ഉള്ളത് എന്നുള്ള കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മരണം, രോഗം, സാമ്പത്തികമായിട്ടുള്ള നഷ്ടം, മക്കളുമായി ബന്ധപ്പെട്ട നഷ്ടം, അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മൾ ക്ഷമ കൈകൊള്ളുക ഇൻഷാ അല്ലാഹ്. യാക്കൂബ് നബി തന്റെ ദുഃഖം മനുഷ്യരോടല്ല പറഞ്ഞിട്ടുള്ളത്, മറിച്ച് ആരോടാണ് പറഞ്ഞിട്ടുള്ളത്? അള്ളാഹുവിനോട് മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒരു മനുഷ്യനോട് പോലും, സ്വന്തം മക്കള് ഇങ്ങനെ ഒരു സംഭവം ചെയ്തു വന്നിട്ട് പോലും അവരോട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അവരോട് പോലും ഞാൻ എൻ്റെ ക്ഷമ കൈക്കൊള്ളുന്നു, ഞാൻ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹുവിനോട് മാത്രമാണ് പറയുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മകനെ കുറിച്ചുള്ള ദുഃഖം കാരണം അദ്ദേഹത്തിന്റെ 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടു പോയി. എന്നിട്ടും അദ്ദേഹം ദുഃഖം ഉള്ളിലൊതുക്കി അദ്ദേഹം പറഞ്ഞു. സൂറ യൂസുഫിലെ 86-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്: എന്റെ വേവലാതികളും വ്യസനങ്ങളും ഞാൻ അള്ളാഹുവിനോട് മാത്രമാണ് ബോധിപ്പിക്കുന്നത്. അള്ളാഹുവിൽ നിന്നും നിങ്ങൾ അറിയാത്ത അത് ഞാൻ അറിയുന്നുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിനുള്ള വലിയ പാഠമാണ്. പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? മറ്റുള്ളവരോട് പോയി പറയും. ഒന്നില്ലെങ്കിൽ സ്വന്തം സുഹൃത്തിനോട് പറയും, അല്ലെങ്കിൽ ഉമ്മയോട്, ഉപ്പാനോട്, അല്ലെങ്കിൽ അത്രയും അടുത്ത നല്ല അയൽവാസികളോടൊക്കെ. പക്ഷെ ആ ഒരു കുറച്ച് ടൈമിന് മാത്രമാണ് നമുക്ക് അവർ നമ്മളൊരു കൂടെ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് തരുന്ന ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നമ്മൾ പറയുന്ന നമ്മളെ വിഷമങ്ങൾ അവർക്ക് ഒരു കഥ മാത്രമായിട്ടാണ് എടുക്കാൻ പറ്റുക. അതൊരിക്കലും അവർക്ക് നമ്മളെ വേദന അതേ രൂപത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് അവർ കേട്ട് അതിനൊരു 2 ആശ്വാസവാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കഴിഞ്ഞു. പക്ഷെ നമ്മളുടെ റബ്ബിനെയാണ് അത് ബോധിപ്പിക്കുന്നുണ്ട് എന്നെങ്കിൽ ഒരിക്കലും അത് ആ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കൊണ്ട് അത് തീരുന്നതല്ല. കാരണം ചില സമയത്ത് നമുക്ക് ആ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം അപ്പോൾ നമുക്ക് അതിനായിട്ട് തന്നില്ല എങ്കിലും അതിന്റെ യഥാർത്ഥ സമയത്ത് നമുക്ക് തരാൻ വേണ്ടി നമ്മൾ റബ്ബ് നീട്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു ക്ഷമയോട് കൂടി നമുക്ക് എന്ത് പരീക്ഷണം വന്നാലും, നമ്മുടെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും, എന്ത് നഷ്ടങ്ങൾ ഉണ്ടായാലും ആ ഒരു വിശ്വാസത്തോട് കൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. ഇന്നല്ലെങ്കിൽ ചിലപ്പോൾ ആഴ്ചകളോണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തരും, ചിലപ്പോൾ മാസങ്ങൾ എടുക്കും, ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും. അപ്പോൾ എപ്പോഴാണ് നമുക്ക് അത് തരാനുള്ള ഉത്തമമായ സമയം എന്നുള്ളത് നമ്മളെ റബ്ബിന് മാത്രമാണ് അതറിയാം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം ക്ഷമയോടുകൂടെ. ക്ഷമ ആദ്യ സമയത്ത് ക്ഷമിക്കുന്നവർക്ക് മാത്രമാണ് സ്വർഗം പ്രതിഫലമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ക്ഷമ ഈമാനിന്റെ പകുതിയാണ്. ക്ഷമ ഈമാനിന്റെ പകുതി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് സമയം ക്ഷമിച്ച് പിന്നെ കുറെ സമയം കുറെ ബഹളം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഫസ്റ്റ് കുറെ ബഹളം ഉണ്ടാക്കി പിന്നെ കുറെ ക്ഷമിച്ച് അതുകൊണ്ട് കിട്ടുന്നതല്ല.
ഫസ്റ്റ് മുതൽ നമുക്ക് നമ്മളെ റബ്ബ് ഒരു പരീക്ഷണം തന്നു അല്ലെങ്കിൽ ഒരു ദുഃഖം തന്നു, ആ സമയം മുതൽ നമ്മൾ ക്ഷമിക്കുക. ആ ക്ഷമിച്ച് അതിൻ്റെ ഏറ്റവും അവസാനം വരെ നമ്മൾ ആ ക്ഷമിച്ച് നമുക്ക് അതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകുന്നത് വരെ നമുക്ക് ആ ക്ഷമ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെയാണ് നമുക്ക് യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലായത്. കാരണം അദ്ദേഹത്തിന്റെ മകനെ നഷ്ടപ്പെട്ട് അദ്ദേഹം ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച് അതിന് ശേഷം ഒരുപാട് കാലത്തിന് ശേഷം യൂസുഫ് അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല യാക്കൂബ് നബിക്ക് തിരിച്ചു നൽകി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്, രണ്ട് കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ റബ്ബിന് മുമ്പിൽ നമ്മൾ ആ കാര്യം പ്രവർത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒരുപാട് പ്രതിഫലം കിട്ടും. 153-ാമത്തെ ആയത്തിൽ സൂറ ബഖറയിൽ പറയുന്നുണ്ട്, ക്ഷമയും നമസ്കാരവും മൂലം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം നേടുവാൻ ആകൂ, അത് തീർച്ചയായും ക്ഷമാശീലമുള്ളവരുടെ കൂടെയാണെന്ന് പറഞ്ഞു. അപ്പോ നമ്മൾ ക്ഷമിക്കുന്നതോടുകൂടി നിരന്തരം അള്ളാഹു സുബ്ഹാനഹു വതആലയോട് എപ്പോഴും നമ്മൾ ദുആ അധികരിപ്പിക്കുക. നിസ്കാരങ്ങള്, സുന്നത്ത് നോമ്പുകള്, ദിക്റുകൾ എല്ലാം അള്ളാഹുവിനോട് അധികരിപ്പിച്ചു കൊണ്ടിരിക്കുക. ഒരു സമയത്ത് മാത്രം നമ്മൾ ആ കാര്യം പറഞ്ഞത് കൊണ്ട് അത് കിട്ടണമെന്നില്ല. നിരന്തരം നമ്മൾ ആ പ്രശ്നത്തിൽ അള്ളാഹുവിനോട് തവക്കുൽ ചെയ്ത് പൂർണ്ണമായി ആശ്രയിച്ചു കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ സഹായം തേടേണ്ട ആവശ്യമാണ്. അള്ളാഹുവിന്റെ കരുണയിൽ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. കാരണം സൂറ യൂസുഫിൽ 87-ാമത്തെ ആയത്തിൽ യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ കരുണയിൽ നിന്ന് പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. അവിശ്വാസികളല്ലാതെ ആരും അങ്ങനെ ചെയ്യില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ എത്ര വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായും അള്ളാഹുവിന്റെ കരുണയുടെ വാതിൽ നമുക്ക് മുന്നിൽ എപ്പോഴും തുറന്നു കിടക്കണം, അത് ഒരിക്കൽ പോലും അടയുന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് നമ്മളുടെ ആവശ്യങ്ങൾ, നമ്മളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നമുക്ക് മുന്നിൽ ആ വാതിൽ എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. ആത്മാർത്ഥമായി കൊണ്ട് തന്നെ അവനോട് ചോദിക്കണം, അവൻ നമുക്ക് നൽകും എന്ന ഉറച്ച വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ അത് ദുഃഖിച്ച് മനസ്സമാധാനം ഇല്ലാതെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അതിലൊരിക്കലും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല. നമുക്ക് സൊല്യൂഷൻ കിട്ടണം എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അത് ആരോട് മാത്രമാണ് പറയേണ്ടത്? നമ്മുടെ റബ്ബിനോട് മാത്രമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. കാരണം അത് വലിയൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ആകുമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു എന്നുള്ള ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അത് നമ്മൾ ശൈത്താന്റെ പ്രവൃത്തികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരിക്കലും പറയരുത്. കാരണം നമുക്ക് ഏറ്റവും നല്ലത് എന്താണെന്നുള്ളത് നമ്മളുടെ റബ്ബിനറിയാം. അത് നമ്മളെ റബ്ബിന് മാത്രമേ അറിയുള്ളൂ. നമ്മൾക്ക് പോലും അറിയില്ല നമുക്ക് ഏറ്റവും ഹൈറായത് ഏത് സമയത്താണ് നമുക്ക് തരേണ്ടത്, ഏത് സമയത്ത് അത് ഒഴിവാക്കണം. അല്ലെങ്കിൽ ഒരു പരീക്ഷണം തന്നാൽ അത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, അത് നമുക്ക് ഏറ്റവും നല്ലതിനെ ഖൈറിനെ തരാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലേക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ക്ഷമയുടെ അർത്ഥം മൗനമായി സഹിക്കുക മാത്രമല്ല, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ വിശ്വസിക്കണം, ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കണം, ദുആ എപ്പോഴും അധികരിപ്പിച്ചു കൊണ്ടിരിക്കണം. ഇതാണ് യഥാർത്ഥ ക്ഷമ. അപ്പൊ ആ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ക്ഷമയുടെ അവസാനം യാക്കൂബ് നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ തിരിച്ചു കൊടുത്തു. വർഷങ്ങളോളം നീണ്ട പരീക്ഷണത്തിന് ശേഷമാണ് യാക്കൂബ് നബിക്ക് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ നൽകിയിട്ടുള്ളത്. അതും യൂസുഫ് അലൈഹി ഇസ്ലാമിന് കിട്ടിയ സമയത്ത് കണ്ണിന് കാഴ്ചയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കുപ്പായം കണ്ണുകളിൽ വെച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയിട്ടുള്ളത്.
ഈ സംഭവത്തിൽ നിന്ന്, ഈ പരീക്ഷണത്തിൽ നിന്ന്, ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോ ഒരാഴ്ചത്തോ മുന്നേ നടന്ന UAE നടന്ന അപകടത്തിൽ ഒരു വീട്ടിലെ 5 മക്കളിൽ 4 പേര് മരണപ്പെട്ട് ആ ഉമ്മയുടെയും ആ വാപ്പയുടെയും ഒരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ആ ഉപ്പയുടെ അവസ്ഥ നമ്മൾ വാർത്തയിലൂടെ ഒക്കെ കാണാൻ പറ്റും നമുക്ക്. എന്തായിരിക്കും അവരുടെ മനസ്സിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ സംഭവം? എത്രത്തോളം ദുഃഖം അദ്ദേഹം അനുഭവിക്കുന്നുണ്ടാവും. അത് ആ ഒരു നമ്മൾ വീഡിയോയിൽ കാണുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ മുഖഭാവം കാണുമ്പോൾ അത് എത്ര ഒരു ഭയാനകമായിരിക്കും അല്ലെ. അതിലൊരു നന്മ ഉണ്ടാവും. അത് അത് ഇപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. നമ്മളിപ്പോ എന്ത് വിചാരിക്കുക, ഇതെന്താണ് ഇങ്ങനെ ഇത്രയും മക്കളെ ഒറ്റയടിക്ക് ഒരു സമയത്ത് കൊണ്ടുപോയി ആ ഉപ്പയുടെയും ഉമ്മയുടെയും വിഷയം. പക്ഷെ അതിലൊരു നന്മയുണ്ടാകും. അതാണ് നമ്മൾ കാണേണ്ടത്. ഇൻഷാ അല്ലാഹ്. പിന്നെ നമുക്കൊരു വിഷമം, ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പറയേണ്ടത് എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് പറയേണ്ടത്. കാരണം നമുക്ക് ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ദുഃഖം വന്നു കഴിഞ്ഞാൽ അവിടെ അത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു. അല്ല, അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതവിടെ നടക്കുക തന്നെ ചെയ്യും. അത് ഒരു ഹദീസ് ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിൽ ഒപ്പം കൂട്ടി പറയുകയാണ്. ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അബ്ദിൻ തുസീബുഹു മുസീബത്തുൻ ഫയഖൂലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. എന്താണ് പറയുന്നത്? അള്ളാഹുവെ, എന്റെ ഈ ദുരിതത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണമേ, അതിന് പകരം എനിക്ക് അതിലേറെ നല്ലത് നൽകണമേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ടായാലും പ്രയാസങ്ങൾ ഉണ്ടായാലും നമ്മൾ പറയേണ്ടത് എന്താണ്? ആ പരീക്ഷണത്തിൽ നമ്മൾ ക്ഷമിക്കുക. അതോടൊപ്പം അതിനേക്കാൾ നല്ലത് അതിന് പകരം തരാൻ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അങ്ങനെ പറയുന്നവൻ ഇങ്ങനെ ഇല്ല അങ്ങനെ പറയുന്നവൻ അള്ളാഹു അവന്റെ ദുരിതത്തിന് പ്രതിഫലം നൽകുകയും അതിന് പകരം അതിലേറെ നല്ലത് നൽകുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ഉൾക്കൊള്ളേണ്ട ഒരു സംഭവമാണ്. നമുക്ക് എന്ത് പരീക്ഷണങ്ങൾ വന്നാലും നമ്മൾ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യാം. അള്ളാഹുവിനോട് മാത്രം നമ്മളുടെ പരാതികൾ പറയാം. നമുക്ക് ക്ഷമിക്കുന്നതിന് പ്രതിഫലമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് സ്വർഗം. അപ്പൊ ആ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാം. ഇന്നല്ലാഹ മഅസ്സാബിരീൻ എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു പറഞ്ഞത് എന്താണ്? അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട് ഇങ്ങനെ, ഞാൻ അള്ളാഹുവിനോട് ഒരുപാട് ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിന് വേണ്ടി ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, ദുആ സ്വതക്ക് ചെയ്യുന്നു, എന്നിട്ടും അള്ളാഹു എന്താണ് എന്നെ പരീക്ഷിക്കുന്നത് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് മറുപടി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, മനുഷ്യരിൽ കഠിനമായ പരീക്ഷണങ്ങൾ നേരിട്ടുള്ളത് ആരാണ്? പ്രവാചകന്മാരാണ്. അത് നമുക്ക് നമ്മളെ ചരിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ഒരുപാട് കാലത്തിന് ശേഷം ജനിച്ച മകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബലി കൊടുക്കാൻ പറഞ്ഞപ്പോ ഒരു കാര്യം പോലും തിരിച്ച് ചിന്തിക്കാനോ ചോദിക്കാനോ നിന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യം ഉത്തമമായ തീരുമാനമാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി അദ്ദേഹം ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ ബലിയർക്കാൻ പോയി. അതേപോലുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മളെ പ്രവാചകന്മാർക്ക് നേരിട്ടിട്ടുണ്ട്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുള്ളത് അല്ല, മറിച്ച് അവരുടെ ക്ഷമ, അവർ എത്രത്തോളം ഈമാനിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അതോടൊപ്പം തന്നെ ആ പരീക്ഷണങ്ങളിലൂടെ അവർക്ക് വേറെയുള്ള സംഭവങ്ങൾ കൊടുക്കാനാണ്
അങ്ങനത്തെ പരീക്ഷണങ്ങൾ അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. അള്ളാഹു ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവൻ അവരെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. കാരണം ആ പരീക്ഷണങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ട് അനുസരിച്ച് ലാസ്റ്റ് വിധി നിർണയ നാളുകളിൽ നിങ്ങളുടെ സ്ഥാനങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള പരീക്ഷണങ്ങള് അതിൻ്റെ എത്ര വലുതാണെങ്കിൽ പോലും നമ്മൾ അത് ഒരു മനുഷ്യനോട് പോലും പറയാതെ നമ്മളുടെ ഉറച്ച വിശ്വാസത്തോടു കൂടി തവക്കുൽ ചെയ്ത് അള്ളാഹുവിനെ മാത്രം ആശ്രയിച്ചു കൊണ്ട് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക ഇൻഷാ അല്ലാഹ്. എങ്കിൽ മാത്രമാണ് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമുക്ക് ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു വാക്കിലൂടെ മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തില് നമ്മളുടെ പ്രവൃത്തികളില് എല്ലാം കൊണ്ടുവരണം. പ്രിയ സഹോദരങ്ങളെ, പരീക്ഷണങ്ങൾക്ക് വലിയ ഗുണങ്ങളുണ്ട്. അത് ഒന്ന്, നമ്മുടെ വിശ്വാസം ശക്തമാക്കുന്നു. നമ്മൾ ആ ഒരു പരീക്ഷണം കൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള വിശ്വാസത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധിക്കും. കാരണം അത് നമുക്ക് വലിയൊരു പാഠമാണ്. പിന്നെ നമ്മളുടെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നുണ്ട് ഈ പരീക്ഷണങ്ങൾ. അത് നമ്മൾ അറിയണില്ല. നമ്മൾ ഓരോ കണ്ണുനീരിനും നമ്മളെ വിഷമത്തിനും നമ്മളെ സങ്കടങ്ങൾക്കും അല്ലാഹു അതിന് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ വിനയമുള്ളവരാക്കും അല്ലാഹു. നമ്മളെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അതും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് കുറെ കാലങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ കുറെ സമയങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് പറയുമ്പോഴാണ് നമ്മളിൽ ഇന്ന മാറ്റങ്ങൾ, ഇന്ന സംഭവങ്ങൾ നമ്മൾ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. നമ്മളെ ആഖിറത്തിലുള്ള സ്ഥാനങ്ങൾ ഉയർത്തപ്പെടും. വിശ്വാസം എന്ന് പറഞ്ഞ ഒരു വിശ്വാസിക്കുണ്ടാവുന്ന ചെറിയ വേദന പോലും അവന്റെ പാവങ്ങൾ മായ്ക്കപ്പെടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എത്രത്തോളം നമ്മളെ പരീക്ഷണങ്ങളിൽ ഉറച്ചു നിൽക്കാനും അതിൽ ക്ഷമ കൈക്കൊള്ളുവാനും പറ്റും എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കാം. നിങ്ങളോടെന്ന പോലെ എന്നോടും പറയണം, നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും. രോഗങ്ങളായിക്കൊണ്ടും മരണങ്ങളായിക്കൊണ്ടും മക്കളെ കൊണ്ടും ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകൾ കൊണ്ടും, ഒരു മനസ്സമാധാനം ഇല്ലാതെ സാമ്പത്തികമായിക്കൊണ്ടും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടും അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിലൊക്കെ നമ്മളെ പ്രതീക്ഷ ഒരിക്കൽ പോലും കൈവിടാതെ നമ്മളെ റബ്ബിനോട് ദുആ ചെയ്തു കൊണ്ടേയിരിക്കുക. നമുക്കൊരു പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് നമ്മളുടെ റബ്ബിനോട് അത് ബോധ്യപ്പെടുത്തുക. മറ്റുള്ളവരോട് പറയാതെ നമ്മളുടെ റബ്ബിനോട് അത് പറഞ്ഞ് സുജൂദിലായിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് എങ്ങനെയാണോ നമുക്ക് അത് അള്ളാഹുവിനോട് അത്രയും നല്ല രൂപത്തിൽ അവതരിപ്പിക്കാൻ പറ്റുക, അങ്ങനെ നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് നമ്മളെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനായാലും നമ്മളൊക്കെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാര്യങ്ങൾ, പക്ഷെ നമ്മളൊക്കെ ഇപ്പോഴും എന്തോ ഒരു മായയുടെ പുറത്താണ് ജീവിക്കുന്നത്. നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചിലവരൊക്കെ, പക്ഷെ ചെയ്യുന്നവരുണ്ട്. ഇതില്ല, അങ്ങനെയല്ല പറയുന്നത്. എന്നാലും എന്തോ ഒരു അതിന്റെ പുറത്ത് നമ്മളിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് തവക്കുലുണ്ട്, ഈമാനുണ്ട്, നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ആ ഉള്ളിലേക്ക് കണ്ട് ഇറങ്ങി ചെന്നിട്ടില്ല. ഇപ്പോഴും നമ്മളൊരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു എന്തോ അത്ര ഒരു അടുപ്പം നമുക്ക് അള്ളാഹുവിനോട് ഇല്ലാത്ത ചില സമയങ്ങളുണ്ടാവും. ആ സമയങ്ങളിലൊക്കെ നമ്മൾ ദുആ ചെയ്തുകൊണ്ട് നമ്മളെ പരീക്ഷണങ്ങളിൽ, നമുക്കുള്ള പ്രയാസങ്ങളിൽ, നമ്മൾ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള നമുക്കുള്ള തെറ്റുകളിൽ നിന്നൊക്കെ നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം എപ്പോഴും ഇൻഷാ അല്ലാഹ്.
അതിനാൽ പ്രിയ സഹോദരികളെ, പരീക്ഷണ സമയത്ത് ക്ഷമ പാലിക്കുവാനും അള്ളാഹുവിന്റെ പ്രത്യേക സഹായത്തിനായും അനുഗ്രഹത്തിനായി നമ്മൾ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ് ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം തന്നെ നമ്മൾ നേരിടുന്ന ഓരോ പരീക്ഷണവും നമ്മെ തകർക്കാനല്ല, അത് നമ്മളെ ശുദ്ധീകരിക്കാനും ഉയർത്താനും അള്ളാഹു അയച്ചതാണെന്നുള്ള ഉറച്ച വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കണം. അതിനാൽ ക്ഷമ കൈവിടരുത്, ദുആ ഉപേക്ഷിക്കരുത്, അള്ളാഹുവിന്റെ വിധിയിൽ പൂർണ്ണമായി ആശ്രയിക്കുക. അതേപോലെ തന്നെ യക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ ജീവിത ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പാഠങ്ങൾ, ദുഃഖത്തിൽ പോലും തവക്കുൽ എത്രത്തോളമാണെന്നുള്ളത് സൂറ യൂസുഫ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രശ്നങ്ങളിൽ പോലും സബർ പറഞ്ഞാൽ വെറുതെ ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ പരീക്ഷണ ഘട്ടത്തിൽ ആദ്യം മുതലേ നമ്മൾ ക്ഷമ കൈക്കൊള്ളണം. യക്കൂബ് അലൈഹിസ്സലാം അത് ആദ്യം മുതലേ ക്ഷമ കൈകൊണ്ട് അള്ളാഹുവിനോട് മാത്രം തന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് അതിനുള്ള സമ്മാനവും അദ്ദേഹം നേടിയിട്ടുണ്ട്. കാരണം അത്രയും കാലം ദുരിതം അനുഭവിച്ച് കരഞ്ഞ് കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് പോലും അള്ളാഹുവിനോടുള്ള അദ്ദേഹത്തിന്റെ തവക്കുൽ ഒരു സമയത്ത് പോലും അദ്ദേഹം ഉപേക്ഷിച്ചിട്ടില്ല. പിന്നെ ഇരുട്ടിൽ പോലും പ്രതീക്ഷ കൊടുക്കണം. നമുക്ക് എന്ത് പ്രയാസങ്ങളും ദുരിതങ്ങളും വന്നാലും നമ്മൾ എപ്പോഴും ആശ്രയിക്കേണ്ടത് നമ്മുടെ അള്ളാഹുവിനെ മാത്രമാണ്. ആ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക. അള്ളാഹു നമ്മെ യക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെ പോലുള്ള ക്ഷമയുള്ളവരിൽ കൂടും ആക്കട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളുടെ പരീക്ഷണങ്ങളെ നമുക്ക് അനുഗ്രഹങ്ങളാക്കി മാറ്റട്ടെ. നമുക്ക് സബറും തവക്കുലും നൽകി സ്ഥിരതയുള്ളവരാക്കട്ടെ. ഈ ദുനിയാവിലും ആഖിറത്തിലും വിജയികളാക്കട്ടെ ഇൻഷാ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതസ് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته. جزاكم الله خيرا كثيرا. അൽഹംദുലില്ലാഹ്. എപ്പോഴും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും അതുപോലെ കേട്ടാലും മതി വരാത്തതുമായിട്ടുള്ള ഒരു വിഷയമാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നൽകിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. ക്ഷമ അല്ലേ, എന്താണ് നമ്മൾ പറയുമ്പോൾ 2 അക്ഷരങ്ങളാണെങ്കിലും അതിൽ എത്രയോ വലിയ രീതിയിലുള്ള കാര്യങ്ങളാണ് ഉള്ളത്. നമ്മളെ ജീവിതത്തിൽ അതൊന്ന് നിലനിർത്തി പോരണമെങ്കിൽ അത്രയും കഠിനമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അധ്വാനിക്കണം. ആ ഒരു ക്ഷമ നമ്മുടെ ജീവിതത്തിൽ വരാൻ. നമ്മളെക്കാൾ എത്രയോ കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മുടെ നബിമാര് അല്ലെ. അവര് നമുക്ക് മുമ്പിൽ തെളിവായിട്ട് നിൽക്കുമ്പോൾ അവരുടെ പ്രതിഫലം എന്താണ് അല്ലെ, സ്വർഗം. അതിനേക്കാൾ നമുക്ക് മുമ്പിൽ ഒരു തെളിവായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്തിനാണ് നമ്മുടെ ചെറിയൊരു പരീക്ഷണങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഡൗൺ ആയി പോകുന്നത് എന്തുകൊണ്ടാണ്? അവിടെ നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും റബ്ബ് പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാനും ഇതിനുള്ള കഴിവ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇനി നിങ്ങൾക്ക് റിഫ്ലക്ഷൻസ് ആയിട്ട്